ആത്മാക്കൾക്ക് വേണ്ടി നിർമ്മിച്ചൊരു വലിയ വീട്. അതിൻ്റെ ചില മുറികളിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്തെന്നില്ലാത്ത തണുപ്പ് അനുഭവപ്പെടും. ആരൊക്കെയോ തങ്ങളെ തുറിച്ചു നോക്കുന്നതായും ആരൊക്കെയോ പതിയെ പതിയെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായും ഒക്കെ കേട്ടു തുടങ്ങും. പെട്ടെന്ന് വെച്ചുകൊണ്ട് ആരോ കയ്യിൽ കയറി പിടിക്കുന്നതായി അനുഭവപ്പെടും. എന്നാൽ തിരിഞ്ഞു നോക്കിയാൽ ആരെയും അവിടെ എങ്ങും കാണാനേ സാധിക്കില്ല. ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് അമേരിക്കയിലെ മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസ് ആയ വിഞ്ചെസ്റ്റർ മിസ്റ്ററി ഹൗസിൻ്റെ വിശേഷങ്ങളിലേക്കാണ്. Back to F World of Luhia. 2018 പുറത്തിറങ്ങിയ വിഞ്ചെസ്റ്റർ എന്ന സിനിമയോട് കൂടിയാണ് ലോകശ്രദ്ധ വിഞ്ചെസ്റ്റർ മിസ്റ്ററി ഹൗസിലേക്ക് പതിക്കാൻ ആരംഭിക്കുന്നത്. 7 നിലകളിലായി 160 മുറികളുള്ള വലിയൊരു മണിമാളികയാണ് ഈ ഒരു വിഞ്ചെസ്റ്റർ ഹൗസ് എന്ന് പറയുന്നത്. നിർമ്മിതി കൊണ്ടും ഏറെ വ്യത്യസ്തമായ നിലയിലാണ് ഈ ഒരു വീടുള്ളത്. അതിനകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒട്ടനവധി മുറികളുണ്ട്. പക്ഷേ ചില മുറികളുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ, വലിയ ചില മുറികളുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അതിനകത്തേക്ക് കയറാനോ പുറത്തേക്ക് ഇറങ്ങാനോ ആവശ്യമായിട്ടുള്ള വാതിലുകളൊന്നും തന്നെ അവിടെ നിർമ്മിച്ചു വെച്ചിട്ടില്ല. മാത്രമല്ല മറ്റ് ചില മുറികളിലാകട്ടെ ഒന്നിലധികം വാതിലുകൾ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ചില വലിയ സ്റ്റെയറുകളൊക്കെ കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ വലിയൊരു ചുമര് മാത്രമായിരിക്കും. അതിനുമപ്പുറത്തേക്ക് എങ്ങോട്ടും സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള വഴികളൊന്നും തന്നെ അവിടെ നിർമ്മിച്ചു വെച്ചിരിക്കില്ല. ഇതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിലത്തായിട്ട് വലിയ ജനൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചില വാതിലുകളൊക്കെ തുറന്നു കഴിഞ്ഞാൽ 12 അടി താഴ്ചയിലേക്ക് പോലും നമ്മൾ വീഴുന്ന നിലയിലേക്കുള്ള വാതിലുകളും ഒക്കെ തന്നെ ഈ വലിയ മിസ്റ്ററി ഹൗസിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾക്കും അപ്പുറം ഈ വീട്ടിനകത്തേക്ക് പ്രവേശിച്ച പലർക്കും ഉണ്ടായ പ്രേതാനുഭവങ്ങൾ കാരണം തന്നെയാണ് വിഞ്ചെസ്റ്റർ ഹൗസ് ഇന്ന് ഇത്രയധികം പ്രശസ്തമായിട്ടുള്ളത്. ചില ആളുകളൊക്കെ ഈ ഒരു വീടിൻ്റെ പല മുറികളിലേക്കും കയറി ചെല്ലുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത തണുപ്പ് അനുഭവപ്പെടുന്നതായിരിക്കും. ആരൊക്കെയോ തങ്ങളെ തുറിച്ചു നോക്കുന്നതായി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതായി തോന്നും. ആ വീടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി പലരും സംസാരിക്കുന്നതായും ചില കൺസ്ട്രക്ഷൻ സൗണ്ടുകൾ കേൾക്കുന്നതായും അനുഭവപ്പെടും. ഇതിനെല്ലാം അപ്പുറത്തേക്ക് 100 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഈ ഒരു വീട് നിർമ്മിച്ച സാറാ വിഞ്ചെസ്റ്ററിനെ പോലും ഈ വീടിൻ്റെ ചില ഭാഗങ്ങളിലായി പലരും കണ്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സത്യത്തിൽ എന്തിനു വേണ്ടിയാണ് ആത്മാക്കൾക്ക് വേണ്ടി മാത്രമായി ഇത്തരത്തിൽ വലിയൊരു മണിമാളിക സാറാ വിഞ്ചെസ്റ്റർ എന്ന സ്ത്രീ നിർമ്മിച്ചു വെച്ചത്? എന്തിനു വേണ്ടിയാണ് അതിനകത്തുള്ള ഓരോ വഴികളും പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ദുരൂഹതകൾ കൊണ്ടും മിസ്റ്ററികൾ കൊണ്ട് അവർ നിറച്ചത്? അതിന് പുറകിൽ വലിയൊരു കഥ തന്നെയുണ്ട്. 1862 വില്യം വിഞ്ചെസ്റ്റർ വിവാഹം കഴിക്കുന്നതോട് കൂടിയിട്ടാണ് സാറാ വിഞ്ചെസ്റ്റർ കുടുംബത്തിലേക്ക് എത്തിച്ചേരുന്നത്. സത്യത്തിൽ ഇവരുടെ ഈ ഒരു കുടുംബത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടുള്ള വരുമാന സ്രോതസ് എന്ന് പറയുന്നത് വിഞ്ചെസ്റ്റർ റിപ്പീറ്റിംഗ് ആംസ് എന്ന് പറയുന്ന കമ്പനിയായിരുന്നു. അതെ, ആയുധങ്ങൾ നിർമ്മിക്കുന്ന, പ്രത്യേകിച്ച് തോക്കുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു വിഞ്ചെസ്റ്റർ കുടുംബത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ അവരുടെ വിഞ്ചെസ്റ്റർ ലിവർ ആക്ഷൻ റിപ്പീറ്റിംഗ് റൈഫിളുകളൊക്കെ ഒരു കാലത്ത് വലിയ തോതിൽ തന്നെ പ്രശസ്തമായിരുന്നു. പ്രത്യേകിച്ച് അമേരിക്കൻ സിവിൽ വാറിൻ്റെ കാലഘട്ടത്തിലൊക്കെ വലിയ തോതിൽ വിഞ്ചെസ്റ്റർ റൈഫിളുകൾ വിറ്റഴിച്ചിട്ടുണ്ടായിരുന്നു. അനവധി ആളുകളുടെ ജീവനെടുക്കാൻ അവരുടെ തോക്കുകൾ വലിയ തോതിൽ തന്നെ സഹായകമായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾക്ക് വിഞ്ചെസ്റ്റർ തോക്കുകൾ കാരണം മരണം സംഭവിക്കുമ്പോഴും വിഞ്ചെസ്റ്റർ കുടുംബത്തിന് ഇത്തരം തോക്ക് വിൽപ്പനയിലൂടെ വലിയ തോതിൽ തന്നെ സമ്പത്ത് നേടാൻ സാധിക്കുന്നുണ്ടായിരുന്നു. വലിയ തോതിലുള്ള വളർച്ച കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും വളരെ സന്തോഷത്തോടു കൂടിയിട്ടുള്ള ദാമ്പത്യ ജീവിതം തന്നെയാണ് വില്യം സാറാ ദമ്പതികൾ നയിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കെ സാറ ഗർഭിണിയാകുന്നുണ്ട്. അവരൊരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നുണ്ട്. ആനി പർഡെ വിഞ്ചെസ്റ്റർ എന്ന് ആ ചെറിയ കുട്ടിക്ക് അവർ പേര് നൽകുക കൂടി ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ സന്തോഷമൊന്നും കൂടുതൽ കാലം നിലനിന്നില്ല. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ആനി ചില രോഗങ്ങൾ കാരണം ഈ ലോകത്തു നിന്നും വിട പറയുകയാണ്. അതവരിൽ വലിയ തോതിൽ തന്നെ സങ്കടവും ദുഃഖവും എല്ലാം നിറക്കുന്നുണ്ട്. ആ സങ്കടങ്ങളെല്ലാം തീരുന്നതിന് മുമ്പേ തന്നെ വിഞ്ചെസ്റ്റർ കുടുംബത്തിൽ പിന്നെയും ചില മരണങ്ങൾ അരങ്ങേറുകയാണ്. തുടർന്നുള്ള വർഷങ്ങളിലായി സാറയുടെ മാതാവും വില്യമിൻ്റെ പിതാവും ഏറ്റവും ഒടുവിൽ 1881 വില്യം വിഞ്ചെസ്റ്റർ എന്ന സാറയുടെ ഭർത്താവും ഈ ലോകത്ത് നിന്നും വിട പറയുകയാണ്. തൻ്റെ ഉറ്റവരെല്ലാം നഷ്ടമായി ആ കുടുംബത്തിൽ സാറാ വിഞ്ചെസ്റ്റർ മാത്രം അവശേഷിക്കുകയാണ്. എങ്കിലും കൃത്യമായിട്ട് വിഞ്ചെസ്റ്റർ കമ്പനിയിൽ നിന്നും അവർക്ക് ഓരോ ദിവസവും വരുമാനം വന്നുകൊണ്ടേയിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ $1000 ഓരോ ദിവസവും ഈ കമ്പനിയിൽ നിന്നും അവർക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നത്.
അന്നത്തെ കാലത്ത് 1880-കളിലൊക്കെ $1000 ഒരു ദിവസം ലഭിക്കുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായും വളരെ വലിയ തുക തന്നെയാണ്. അതിനാലൊക്കെ തന്നെ സാറയുടെ ജീവിതം വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഒറ്റപ്പെടൽ കാരണം വലിയ ഡിപ്രഷനിലേക്കും മറ്റുമൊക്കെ സാറ വിഞ്ചസ്റ്റർ എത്തിച്ചേരുന്നുണ്ട്. അതിനിടയിൽ തീർത്തും അമാനുഷികമായ ചില കാര്യങ്ങൾ കൂടെ സാറയിൽ സംഭവിക്കുകയാണ്. അവർക്ക് ആത്മാക്കളെ കാണാൻ സാധിക്കുകയാണ്, ആത്മാക്കളുമായി സംസാരിക്കാൻ സാധിക്കുകയാണ്. അവർ വ്യത്യസ്ത ആത്മാക്കളുമായി ഇത്തരത്തിൽ പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരാത്മാവ് സാറയുടെ ഭർത്താവിൻ്റെയും അവരുടെ മരണപ്പെട്ടു പോയ ചെറിയ മകളുടെയും അവസ്ഥയെക്കുറിച്ച് സാറയോട് വിശദീകരിക്കുന്നുണ്ട്. അവരുടെ ഇരുവരുടെയും ആത്മാക്കൾ വലിയ പ്രയാസത്തിലാണ്. വിഞ്ചസ്റ്റർ റൈഫിളുകൾ കാരണം, തോക്കുകൾ കാരണം കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾ നിങ്ങളുടെ ഭർത്താവിൻ്റെയും മകളുടെയും ആത്മാക്കളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനൊരു മോക്ഷം വേണമെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് പൂർണ്ണമായിട്ടും ചിലവഴിച്ചുകൊണ്ട് വലിയൊരു വീട് പണിയണം, ആത്മാക്കൾക്ക് വേണ്ടി ഒരു വീട്. അതിനകത്ത് ഓരോ മുറികളിലായി ആത്മാക്കളെ പൂട്ടിയിടണം. ഒരിക്കലും അവിടെ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത നിലയിലായിരിക്കണം ആ വീടിൻ്റെ ഓരോ കൺസ്ട്രക്ഷനുകളും ഓരോ വഴികളും നിർമ്മിച്ചു വെക്കേണ്ടത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാമായിരുന്നു ആ ആത്മാവിൽ നിന്ന് സാറക്ക് കേൾക്കാനായത്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നയായിട്ടുള്ള സ്ത്രീയായിരുന്നു സാറ വിഞ്ചസ്റ്റർ. മറുത്തൊന്നും ചിന്തിക്കാതെ അവർ നേരെ കാലിഫോർണിയയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. സാൻ ജോസിലായിട്ട് ഏറെക്കുറെ 45 ഏക്കർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന വലിയൊരു പ്രോപ്പർട്ടി തന്നെ സാറ മേടിക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ 2 നിലകൾ മാത്രമുള്ള 8 മുറികൾ ഉള്ള ഒരു ചെറിയൊരു ഫാം ഹൗസ് മാത്രമായിരുന്നു ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഉണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും അവിടുന്ന് അങ്ങോട്ട് ആ ആത്മാവ് പറഞ്ഞതുപോലെ തന്നെ തങ്ങളുടെ തോക്കുകൾ കാരണമായിട്ട് കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കളെ പൂട്ടിയിടാൻ വേണ്ടി, ആ ആത്മാക്കൾക്ക് വേണ്ടി സാറ വലിയൊരു മണിമാളിക തന്നെ പണിയാൻ ആരംഭിക്കുകയാണ്. അതിൻ്റെ ജോലികൾ ഒരൊറ്റ ദിവസം പോലും, ഒരൊറ്റ മണിക്കൂറുകൾ പോലും ഒഴിവില്ലാതെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും നീണ്ടുകൊണ്ടേയിരുന്നു. ആത്യന്തികമായി ഇവിടെയൊക്കെ തന്നെയും തൻ്റെ ഭർത്താവിൻ്റെയും മകളുടെയും ആത്മാവിന് ശാന്തി ലഭിക്കുക, അവരെ ആരും തന്നെ ഉപദ്രവിക്കാതിരിക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി തന്നെയായിരുന്നു തൻ്റെ സമ്പത്തിൻ്റെ ഭൂരിഭാഗവും ചിലവഴിച്ചുകൊണ്ട് സാറ വിഞ്ചസ്റ്റർ ഇത്തരത്തിൽ വലിയൊരു വീട്, വലിയൊരു നിർമ്മിതി പണി കഴിപ്പിച്ചുകൊണ്ടേയിരുന്നത്. മാത്രവുമല്ല ഇടക്കൊക്കെ ഈ ഒരു വീട്ടിനകത്തേക്ക് കൊണ്ട് തീർത്തും വിചിത്രമായ ചില കാര്യങ്ങൾ കൂടെ സാറ വിഞ്ചസ്റ്റർ ചെയ്യാറുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ ഈ വീട്ടിലെ വലിയ ചില മുറികളുടെ വാതിലുകൾ തുറന്നു വെച്ച് ആ മുറിയിലേക്ക് നോക്കി ഒരുപാട് സമയം സാറ സംസാരിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. വീട്ടിലെ ജോലിക്കാരൊക്കെ വന്ന് ചോദിക്കുന്ന അവസരത്തിൽ അവരോടായിട്ട് സാറ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മുറിയിൽ എൻ്റെ ഭർത്താവിൻ്റെ ആത്മാവുണ്ട് എന്നൊരു കാര്യമായിരുന്നു. ഇതുപോലെ തന്നെ ആ വീട്ടിലെ പല മുറികളുടെയും വാതിലുകൾ തുറന്നു വെച്ചുകൊണ്ട് ചില കുശലാന്വേഷണങ്ങളും മറ്റുമൊക്കെ സാറ നിരന്തരമായിട്ട് ചെയ്യാറുണ്ടായിരുന്നു. വിഞ്ചസ്റ്റർ റൈഫിളുകൾ കാരണമായി കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കളോട് താൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊരു മറുപടിയാണ് ഇതിനെല്ലാം തന്നെ സാറ നൽകിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ വർഷങ്ങൾ കടന്നു പോവുകയാണ്. അങ്ങനെ 36 വർഷങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള ജോലികൾ ഒരൊറ്റ സമയം പോലും നിലക്കാതെ ഈ വീട്ടിൽ നടന്നുകൊണ്ടേയിരുന്നു. ഏറ്റവും ഒടുവിൽ സാറ വിഞ്ചസ്റ്റർ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞതിന് ശേഷം മാത്രമാണ് ആ വീട്ടിലെ ജോലികളെല്ലാം തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കഥ ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. സാറ വിഞ്ചസ്റ്ററിൻ്റെ മരണത്തിന് ശേഷം ആ വീട്ടിനകത്തേക്ക് പ്രവേശിച്ച പലർക്കും പലതരത്തിലുള്ള അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളും നേരിടേണ്ടി വന്നു. തീർത്തും വിചിത്രമായ പലതരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടായി. അതോടുകൂടിയിട്ടാണ് അമേരിക്കയിൽ തന്നെ ഏറ്റവും അധികം ഹോണ്ടഡായ പ്രേതശല്യമുള്ളൊരു സ്ഥലമായിട്ട് പോലും വിഞ്ചസ്റ്റർ കുടുംബത്തിൻ്റെ ഈ ഒരു വീട് മാറി വന്നിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും ഏറ്റവും ഒടുവിൽ ഈ സ്ഥലത്തെ ഈ ഒരു വീടിനെയൊക്കെ പൂർണ്ണമായിട്ടും ഗവൺമെൻറ് ഏറ്റെടുക്കുന്നുണ്ട്. അതൊരു മോണുമെൻ്റ് ആയിട്ട് പോലും മാറ്റുന്നുണ്ട്. വലിയ തോതിൽ തന്നെ പാരാനോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന ഒരു ഹോണ്ടഡ് ആയിട്ടുള്ള ആത്മാക്കൾക്ക് വേണ്ടി നിർമ്മിച്ചെടുത്തിട്ടുള്ള വീട് എന്ന നിലയ്ക്ക് തന്നെ ഈ ഒരു വീടിനെ കാണുന്നതിന് വേണ്ടി, അതിനകത്തുള്ള കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയൊക്കെ ഒരുപാടധികം ആളുകൾ ഇന്നും ഈ ഒരു പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. വിഞ്ചസ്റ്റർ കുടുംബത്തിൻ്റെ ഈ ഒരു വീട്ടിനകത്തേക്ക് പ്രവേശിച്ച ഓരോ വ്യക്തികൾക്കും തീർത്തും വിചിത്രമായിട്ടുള്ള പല അനുഭവങ്ങളും ഇന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത്രയുമാണ് സാറ വിഞ്ചസ്റ്റർ നിർമ്മിച്ചെടുത്ത വിഞ്ചസ്റ്റർ മിസ്റ്ററി ഹൗസ് എന്ന പേരിൽ ഇന്ന് വലിയ തോതിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ വീടുമായി ബന്ധപ്പെട്ട കഥകൾ, പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന അഭ്യൂഹങ്ങൾ. സത്യത്തിൽ ഇതിലെല്ലാം എന്തെങ്കിലും തരത്തിലുള്ള സത്യങ്ങളുണ്ടോ? ഇന്നും ഇത്തരം പാരാനോർമൽ ആക്ടിവിറ്റീസും മറ്റുമൊക്കെ ഈ ഒരു വീട്ടിനകത്ത് അരങ്ങേറിക്കൊണ്ടേയിരിക്കുന്നുണ്ടോ?
ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും വിശദമായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ സാറാ വിഞ്ചസ്റ്റർ കാലിഫോർണിയയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത് അവർക്ക് റ്യൂമറ്റോയിഡ് ആർത്തറ്റിസ് എന്ന് പറയുന്ന രോഗം വന്നതിനെ തുടർന്നിട്ടാണ്. ഇത് ആക്ച്വലി ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. പ്രത്യേകിച്ച് ജോയിൻ്റ് ഒക്കെ വലിയ തോതിൽ തന്നെ പെയിനുകൾക്ക് വരുന്ന തരത്തിലാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ മറ്റുമൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്തരമൊരു അസുഖം വന്നതിനെ തുടർന്നിട്ട് കുറച്ച് വാമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞതിനെ തുടർന്നിട്ടാണ് കാലിഫോർണിയയിലെ സാൻജോസിലേക്ക് സാറാ വിഞ്ചസ്റ്റർ എത്തിച്ചേരുന്നതും അവിടെ ഇത്തരത്തിലൊരു ഫാം ഹൗസുള്ള ഒരു പ്രോപ്പർട്ടി മേടിക്കുന്നതുമൊക്കെ. ആ ഒരു കുടുംബത്തിൽ സാറ മാത്രം തനിച്ചായതിനെ തുടർന്ന് ശക്തമായ നിലയിലുള്ള വിഷാദ രോഗത്തിന് പോലും അവർ അടിമയായിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അത് കാരണമായിട്ട് അവർക്കുണ്ടായ ചില ഇല്യൂഷൻസിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ആത്മാക്കളുമായിട്ട് തനിക്ക് സംസാരിക്കാനും അവരെ കാണാനും ഒക്കെ സാധിക്കുന്നുണ്ട് എന്ന തോതിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ സാറാ വിഞ്ചസ്റ്റർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തൊക്കെ തന്നെയായാലും അവരുടെ തോക്കുകൾ കാരണമായിട്ട്, കമ്പനിയുടെ തോക്കുകൾ കാരണമായിട്ട് ഒരുപാടധികം ആളുകൾ മരണപ്പെട്ടു എന്ന കാര്യത്തിൽ വലിയ തോതിലുള്ള ദുഃഖം സാറയുടെ മനസ്സിൽ നിരന്തരമായിട്ടുണ്ടായിരുന്നു. ഇനി ഏറ്റവും അവസാനം അവർ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ 2012 മുതൽ അവിടെ ജോലി ചെയ്തു വരുന്ന ഗൈഡുകളൊക്കെ തന്നെയും പറയുന്നത് ഇവിടെ അങ്ങനെ വലിയ തോതിലുള്ള പാരാനോർമൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ തീർത്തും അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. അതൊക്കെ വലിയ തോതിൽ ആളുകൾ ഊതിപ്പെരിപ്പിക്കുന്ന ചില അഭ്യൂഹങ്ങൾ മാത്രമാണ് എന്ന നിലക്കാണ്. അപ്പോൾ പിന്നെ ഈ ഒരു വീട്ടിനകത്തേക്ക് പ്രവേശിക്കുന്ന ടൂറിസ്റ്റുകൾ കേൾക്കുന്ന വിചിത്രമായിട്ടുള്ള ശബ്ദങ്ങളോ അതിനെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു നിർമ്മിതിയാണ് ഈ ഒരു വീടിനുള്ളത്. അതിനാലൊക്കെ തന്നെ വീടിൻ്റെ പല ഭാഗങ്ങളിലും കാറ്റ് വന്ന് തട്ടുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന ചില ശബ്ദങ്ങളായിരിക്കാം ആളുകൾ ഇത്തരത്തിൽ തെറ്റിദ്ധാരണയോടുകൂടി കേൾക്കുന്നത്. അതിനൊപ്പം തന്നെ അവരുടെ മനസ്സിലേക്ക് ഭയം കൂടി കയറി വരുമ്പോൾ അത് തീർത്തും അമാനുഷികമായിട്ടുള്ള വിചിത്രമായിട്ടുള്ള എന്തോ ആണ് എന്ന നിലയിൽ ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ് എന്നാണ് പല ആളുകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസിലൂടെ വൈൻഡപ്പ് വീഡിയോ തീർച്ചയായും നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് കാണുന്നു വിചാരിക്കുന്നു. ഇന്നും അമേരിക്കയിലെ കാലിഫോർണിയയിലെ സാൻജോസിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വിഞ്ചസ്റ്റർ മിസ്റ്ററി ഹൗസ് കാണാൻ സാധിക്കുന്നതാണ്. ടിക്കറ്റ് എടുത്തുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്കും അതിനകത്ത് കയറി വ്യത്യസ്തമായിട്ടുള്ള അതിൻ്റെ നിർമ്മിതിയും മറ്റുമൊക്കെ കണ്ട് ആസ്വദിക്കാവുന്നതാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്നു രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? യഥാർത്ഥത്തിൽ ഈ ഒരു വിഞ്ചസ്റ്റർ മിസ്റ്ററി ഹൗസിനകത്തായിട്ട് ഇന്നും ആത്മാക്കൾ ഉണ്ടായിരിക്കുമോ? അവരാണോ ഇത്തരത്തിലുള്ള വിചിത്രമായിട്ടുള്ള സൗണ്ടുകളും ചില മുറികളിൽ ശക്തമായിട്ടുള്ള തണുപ്പുകളും ഒക്കെ ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും തീർച്ചയായും താഴ്ന്നു രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ലൊരുപാട് വീഡിയോസുകളുമായി കണ്ടുവിട്ടാവുന്ന പ്രതീക്ഷയോടെ ബൈ.